إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أليس ذلك بقادر على أن يحيي الموتى സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, സർവ്വലോകരക്ഷിതാവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, അവൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ, അവൻ്റെ കൽപ്പനാ വിരോധനങ്ങൾ ജീവിതത്തിൽ യഥോചിതം ചിട്ടയായി പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആമുഖമായി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ അള്ളാഹുവിൻ്റെ യഥാർത്ഥ മുത്തഖികളുടെ കൂട്ടത്തിൽ, സ്വർഗാവകാശികളായി മാറുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ട രണ്ട് ദാരുണമായ മരണങ്ങളുണ്ടായിരുന്നു. സൗദി അറേബ്യയിലെ മദീന മുനവ്വറയിലും അതുപോലെ UAE അബുദാബിയിലുമായിക്കൊണ്ട് രണ്ട് വാഹനാപകടങ്ങൾ നടന്നിരുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ ഈ രണ്ട് വാർത്തകളും കേട്ട് ഒരുപാട് പരിതപിച്ച ചില വാർത്തകൾ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചതാണ്. ഈ രണ്ട് അപകടങ്ങളിലായിക്കൊണ്ട് ഒന്ന്, ഒരു കുടുംബത്തിലെ മാതാപിതാക്കളായിരുന്നു മരണപ്പെട്ടത് എങ്കിൽ രണ്ടാമത്തെ അപകടത്തിൽ മരണപ്പെട്ടത് ഒരു കുടുംബത്തിലെ തന്നെ 5 ചെറിയ മക്കളായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ആ 5 മക്കളുടെയും ഫോട്ടോകൾ, അവർ ഒന്നിച്ചു നിൽക്കുന്ന 4 മക്കളും ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോ ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമ്മളെല്ലാവരും കണ്ടതാണ്. ഒരിക്കലും സഹിക്കാൻ കഴിയാവുന്നതിലും അപ്പുറമുള്ള വലിയ വേദനകൾ സമ്മാനിക്കുന്ന രണ്ട് വാർത്തകളാണ് ഈയിടെ നമ്മൾ കേട്ടത്. ആ 5 മക്കളും മരണപ്പെട്ട രണ്ടും കാർ ആക്സിഡന്റ് ആയിരുന്നു. ആ മരണപ്പെട്ട ആ കുടുംബത്തിലെ ഗൃഹനാഥനായ ഉപ്പ, അദ്ദേഹം ഒരു വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് ആ കുട്ടികളുടെ മയ്യിത്ത് നമസ്കാരത്തിനായി വരുന്ന ഒരു ചിത്രവും നമ്മൾ എല്ലാവരും കണ്ടതാണ്. വളരെ വേദനാജനകമായ ഈ രണ്ട് വാർത്തകളും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചപ്പോൾ അവിടെ വ്യത്യസ്ത രൂപത്തിലുള്ള കമന്റുകളായിരുന്നു വന്നത്. ഒരുപാടധികം ആളുകൾ, ഒരുപക്ഷെ ഭൂരിഭാഗം ആളുകളും ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത ആ പിഞ്ചു മക്കളുടെ മുഖം കാണുമ്പോൾ തന്നെ എങ്ങനെയാണ് കരയാതെ ഇത് കാണാൻ കഴിയുക, കണ്ണിൽ നിന്ന് അറിയാതെ കണ്ണീർ വരുന്നു എന്ന് ആ കരളിന്റെ കഷ്ണങ്ങളായ ചെറിയ കുട്ടികളുടെ ഫോട്ടോകൾ കണ്ടപ്പോൾ കമന്റുകൾ പങ്കുവെച്ച ആളുകളെ കാണാൻ സാധിക്കും. എന്നാൽ
വളരെ ന്യൂനപക്ഷം ആളുകളെങ്കിലും അത്തരം വാർത്തകളുടെ അടിയിൽ പോലും സോഷ്യൽ മീഡിയയിൽ കമന്റ് ചെയ്യുന്നത്, ഇതൊക്കെ നിങ്ങളുടെ റബ്ബ് കാണുന്നില്ലേ? നിങ്ങളുടെ റബ്ബ് എന്തൊരു ക്രൂരനാണ്. നിങ്ങളിങ്ങനെ പറയുന്നുണ്ടല്ലോ, അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു റഹീമാണ്, അള്ളാഹു കാരുണ്യവാനാണ്, കരുണാനിധിയാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷേ നിങ്ങൾ റബ്ബ് ഇതൊന്നും കാണാതെ ഇത്രയും വലിയ ക്രൂരത ചെയ്യുകയാണോ എന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളെയും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇത് കേവലം ചില മരണവാർത്തകളുടെ സമയത്ത് മാത്രമല്ല. പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ, പ്രളയം വരുമ്പോൾ, വരൾച്ച വരുമ്പോൾ, മനുഷ്യർ പ്രയാസം അനുഭവിക്കുന്ന പല വാർത്തകൾ, ക്യാൻസർ അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങളുടെ വാർത്ത വരുമ്പോൾ അവിടെയൊക്കെ ചില ആളുകൾ, വിശ്വാസികളല്ലാത്ത, വിശ്വാസികൾ എന്ന പേരിൽ മുസ്ലിം നാമധാരികളായ ആളുകൾ പോലും പലപ്പോഴും കമന്റ് ചെയ്യുന്നതാണ്, അള്ളാഹു എന്തൊരു ക്രൂരനാണ്, ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ എന്ന തരത്തിലുള്ള ചില പടച്ചവനെ കളിയാക്കുന്ന സംസാരങ്ങൾ പല ആളുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിലെ ജീവിതം അതാണ് ഏറ്റവും യാഥാർത്ഥ്യമായിട്ടുള്ളത്. ഈ ജീവിതം നമ്മൾ ജീവിക്കുന്നുണ്ടല്ലോ, ഇവിടെ നമ്മുടേതായ ആസ്വാദനങ്ങൾ ഉണ്ടല്ലോ. ആ ആസ്വാദനങ്ങൾക്ക് പിറകെ അടിച്ചു പൊളിച്ചങ്ങ് പോയാൽ മതി. ഈ ജീവിതം അത് അവസാനിക്കുന്നത് മരണത്തോടെയാണ്. ആ മരണശേഷം മറ്റൊന്നുമില്ല. നിങ്ങൾ അതുകൊണ്ട് ആ മരണം എപ്പോൾ വരും നമുക്ക് അറിയില്ലല്ലോ. അതിനു മുമ്പ് നിങ്ങൾ അടിച്ചു പൊളിച്ചോളൂ, തകർത്ത് ജീവിച്ചോളൂ. എന്തെല്ലാം നിങ്ങൾക്ക് ആസ്വദിക്കാനുണ്ടോ നിങ്ങൾ തിന്നും കുടിച്ചും രമിച്ചും രസിച്ചും ഭോഗിച്ചും നിങ്ങൾക്ക് കഴിയുന്ന രൂപത്തിലൊക്കെ ആസ്വദിച്ചോളൂ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളെ കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മെ പോലെ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം പരലോകമുണ്ട് എന്നതാണ് അവരിൽ നിന്നും നമ്മെ വ്യത്യസ്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മരണത്തോടെ എല്ലാം അവസാനിക്കുന്നില്ല എന്നും അതിനുശേഷം ഒരു ലോകം വരാനുണ്ട് എന്നും വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ. എന്നാൽ ഈ വിശ്വാസം ഇല്ലാത്ത ഒരുപാട് ആളുകൾ, ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കമന്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, ഇതേ ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും അവർ ജീവിച്ചിരുന്നു. മക്കയിലെ മുശ്രിക്കുകളായ, മുനാഫിക്കുകളായ ആളുകൾ, അവർ പലപ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അവർ ചോദിക്കുകയാണ്, നാം മരിക്കുകയും മരിച്ച് മണ്ണായി തീരുകയും ചെയ്തതിനു ശേഷം വീണ്ടും മടക്കപ്പെടുമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കളിയാക്കിക്കൊണ്ട്, പുച്ഛിച്ചുകൊണ്ട് ചോദിക്കുന്ന ചില ചോദ്യം നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആൻ ഈ ചോദ്യങ്ങൾക്കും ഇത്തരം ചിന്തകൾക്കും പരലോകം എന്ന യാഥാർത്ഥ്യത്തെ മറന്നുകൊണ്ടുള്ള അത്തരം ജീവിതം നയിക്കുന്ന ആളുകളോട് ചോദിക്കുന്ന ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. സൂറത്തുൽ ഖിയാമ 75-ാമത്തെ അധ്യായമാണ്. സൂറത്തുൽ ഖിയാമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിനോട്, നമ്മെ എവരോടും ചിന്തിക്കാൻ വേണ്ടി പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ അലം യകുൻ തുഫതം മിൻ മനിയ്യിൻ യുംനാ ثم كان علقة فخلق فسوى فجعل منه الزوجين الذكر والأنثى أليس ذلك بقادر على أن يحيي الموتى. സൂറത്തുൽ ഖിയാമയുടെ ഏറ്റവും അവസാന ഭാഗത്തായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അയഹ്സബുൽ ഇൻസാൻ, മനുഷ്യരെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അയ്യുത്രക സുദാ, നിങ്ങൾ വെറുതെ അങ്ങ് ഉപേക്ഷിക്കപ്പെടുമെന്ന്, നിങ്ങൾ ഒന്നുമില്ലാതെ നിങ്ങൾ വെറുതെ അങ്ങ് വിട്ടേക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അലം യകുനു തുഫതൻ, നിങ്ങൾ കേവലം ഒരു തുള്ളി മാത്രമായിരുന്നില്ലേ, മിമ്മനിയുംന, സ്രവിക്കപ്പെടുന്ന, തെറിക്കപ്പെടുന്ന ഒരു ഇന്ദ്രിയത്തിൽ നിന്നുള്ള ഒരു തുള്ളി മാത്രമായിരുന്നില്ലേ, ഒരു ബീജകണം മാത്രമായിരുന്നില്ലേ? സുമ്മ കാന അലഖതൻ ഫഖലഖ ഫസവ്വ, എന്നിട്ട് അവനെ സൃഷ്ടിച്ച് ശരിപ്പെടുത്തി അവനെ രക്തപിണ്ഡമാക്കിയതിനു ശേഷം പിന്നീട് അവനെ ഫഖലഖ ഫസവ്വ, അവനെ സൃഷ്ടിച്ച് ശരിപ്പെടുത്തിയവനാണ് അള്ളാഹു എന്ന് മനുഷ്യൻ അള്ളാഹു ഓർമ്മിക്കുകയാണ്. ഫജഅല മിൻഹു സൗജൈനി ദക്കറ വൽ ഉൻസ, അതിനുശേഷം അത്തരത്തിൽ നിന്നും നിങ്ങളെ സൃഷ്ടിച്ച് പരിവപ്പെടുത്തി അതിൽ നിന്നും ഒരു ആണിൽ നിന്നും ആണും പെണ്ണുമാകുന്ന രണ്ട് ഇണകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ശേഷം ചോദിക്കുന്ന സൂറത്തുൽ ഖിയാമയിലെ അവസാനത്തെ വചനമുണ്ട്. നാം ഏവരും ആവർത്തിച്ച് നമ്മോട് ചോദിക്കേണ്ട ചോദ്യമാണ്, അലൈസ ദാലിക ബിഖാദിരിൻ അലാ അയ്യുഹിയൽ മൗതാ, അലൈസ ദാലിക ബിഖാദിർ, അങ്ങനെയുള്ള അല്ലാഹു അലാ അയ്യുഹിയൽ മൗതാ, മരണശേഷം മരണപ്പെട്ടവരെ ജീവിക്കാൻ അള്ളാഹുവിന് സാധിക്കുന്നില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്? ഇത്ര നിസ്സാരമായ, ഒന്നുമല്ലാത്ത, കേവലം ശ്രവിക്കപ്പെടുന്ന ഒരു തുള്ളി മാത്രമായിരുന്ന,
നിങ്ങളുടെ ഉപ്പയുടെ ഒരു ബീജകണം മാത്രമായിരുന്നു നിങ്ങളെ ഈ രൂപത്തിൽ സൃഷ്ടിക്കാമെന്നുണ്ടെങ്കിൽ ആ അള്ളാഹുവിന് നിങ്ങളെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നാണോ നിങ്ങൾ കരുതുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖിയാമയിലൂടെ ചോദിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയുന്നത് കാണാൻ സാധിക്കും. സൂറത്തുൽ ഖിയാമയിലെ ഈ അവസാനത്തെ ചോദ്യത്തിന് ശേഷം നിങ്ങൾ ഈ സൂറത്ത് എപ്പോൾ പാരായണം ചെയ്യുന്നുവോ അതിനുശേഷം ബലാ എന്ന് പറയണം. അതെ, അള്ളാഹുവിന് നിനക്ക് സാധിക്കും. അള്ളാഹുവിന് സാധിക്കുമോ എന്നുള്ള ചോദ്യം. അള്ളാഹുവിന് സാധിക്കും, തീർച്ചയാണ്. മരണശേഷം നിങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ, നിങ്ങളെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ അള്ളാഹുവിന് സാധിക്കും. ബലാ എന്നോ സുബ്ഹാനക എന്നോ നമ്മൾ അള്ളാഹുവിന്റെ പരിശുദ്ധിയെ പ്രകീർത്തിച്ചുകൊണ്ട് പറയണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും അവനിതൊരു വിഷയമേ അല്ല. സ്വന്തം മക്കൾ, തനിക്കുണ്ടായിരുന്ന 5 മക്കളും കേവലം 10ഉം 12ഒക്കെ വയസ്സാണ് ഏറ്റവും മുതിർന്ന കുട്ടിക്കുള്ളത്. ആ 5 മക്കളും ഒരു ആക്സിഡന്റിൽ മരിക്കുകയും താൻ അവിടെ ജീവനോടെ ജീവിക്കുകയും ചെയ്യുന്ന ഒരു ഉപ്പയുടെ ചിത്രമാണ് നമ്മൾ കണ്ടത്. ആ ഉപ്പയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നിരാശയുടെ പടുകുഴിയിലേക്ക് പോകാനുള്ള എല്ലാ അവസരവും ഉണ്ടായിരുന്നു. ജീവിതം അവസാനിപ്പിക്കാൻ വേണമെങ്കിൽ ആത്മഹത്യയിലേക്ക് പോകാമായിരുന്നു. പക്ഷെ അവരെയെല്ലാം ജീവിപ്പിക്കുന്നത്, അവരെയെല്ലാം ചിന്തിപ്പിക്കുന്ന യഥാർത്ഥത്തിൽ ഈ പരലോക വിശ്വാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട്. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഒരു വ്യക്തി വരാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കുട്ടിയെയും കൂട്ടിയാണ് വരാറുള്ളത്. അദ്ദേഹത്തിന്റെ ചെറിയ മകനെയും കൂട്ടി അദ്ദേഹം റസൂലിന്റെ സദസ്സിൽ എപ്പോഴും ഉണ്ടാവുമായിരുന്നു. ഒരു ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സദസ്സിൽ ആ വ്യക്തിയെയും കുട്ടിയെയും കാണുന്നില്ല. റസൂൽ ഇങ്ങനെ അന്വേഷിച്ചു, കുറെ നോക്കി, അവരെ കാണുന്നില്ല. സ്വഹാബിമാരോടായി ചോദിച്ചു, എവിടെയാണ് എപ്പോഴും എന്റെ സദസ്സിൽ വരുന്ന ആ ഉപ്പയും മകനും എവിടെ എന്ന് ചോദിച്ചപ്പോ സ്വഹാബിമാർ റസൂലിന് പറഞ്ഞു കൊടുക്കുകയാണ്, അള്ളാഹുവിന്റെ റസൂലെ, ആ വ്യക്തിയുടെ ആ ചെറിയ കുട്ടി ഉണ്ടല്ലോ, ആ കുട്ടി മരണപ്പെട്ടു റസൂലെ. അതുകൊണ്ട് താങ്കളുടെ സദസ്സിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് താങ്കളുടെ സംസാരങ്ങൾ കേൾക്കുമ്പോൾ തന്റെ മകനെ കുറിച്ച് ഓർമ്മ വരും എന്നതുകൊണ്ട് അദ്ദേഹം ആ കുട്ടിയെ കൊണ്ടുവരാഞ്ഞതാണ് എന്ന് അള്ളാഹു റസൂലിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് നേരെ ആ വ്യക്തിയുടെ വീട്ടിലേക്ക് പോയി അദ്ദേഹത്തെ നേരിൽ പോയി കണ്ടു. ശേഷം അദ്ദേഹത്തോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. താങ്കൾക്ക് പരലോകത്ത് ഓരോ വാതിലിന്റെ അടുത്തും, നാളെ സ്വർഗത്തിന്റെ ഓരോ വാതിലിന്റെ അടുക്കലും ഓടി നടന്നു പോകുന്ന, അവിടെ നിന്റെ കോന്തൽ പിടിച്ചുകൊണ്ട് നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വാശി പിടിക്കുന്ന നിങ്ങളുടെ മകനെയാണോ ആവശ്യം? അതോ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ കൂടെ ചേർന്ന് നിങ്ങളുടെ മടിയിൽ കിടന്നുറങ്ങുന്ന, നിങ്ങളുടെ തോളോട് ചേർന്ന് ഒപ്പം പോകുന്ന നിങ്ങളുടെ മകനെയാണോ ആവശ്യം? പരലോകത്തേക്കാണോ നിങ്ങളുടെ മകനെ ആവശ്യം, അതോ ഇഹലോകത്തേക്കാണോ നിങ്ങളുടെ മകനെ ആവശ്യം എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം മറുപടി പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലെ, എനിക്ക് ഏറ്റവും ഇഷ്ടം പരലോകത്ത് എനിക്ക് ഉപകാരം ഉണ്ടാവുന്ന ഒരു മകനായി മാറാനാണ്. ഒന്ന് ആലോചിച്ചു സഹോദരങ്ങളെ, ചെറിയ മകൻ, ആ കുട്ടികൾ നിഷ്കളങ്കരാകുന്ന ആ പ്രായത്തിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർക്കുണ്ടാവുന്ന പുണ്യത്തെ പറ്റിയാണ് റസൂൽ പഠിപ്പിച്ചത്. അവർ നാളെ സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലും അവർ ഓടി നടക്കുന്നതാണ്. ശേഷം ആ ഉപ്പയുടെ കൈ പിടിച്ചുകൊണ്ട്, ഉപ്പയുടെ കോന്തല പിടിച്ചുകൊണ്ട് അള്ളാഹുവിനോട് അവർ വാശി പിടിക്കും, അള്ളാഹുവെ, എന്റെ ഉപ്പയും എന്റെ ഉമ്മയെയും റബ്ബെ ഈ സ്വർഗത്തിൽ പ്രവേശിക്കണേ, ഞങ്ങൾക്ക് ഒരുമിച്ച് സ്വർഗത്തിൽ പോകണമെന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് വാശി പിടിച്ച് ഒടുവിൽ ആ ഉപ്പയെയും കൊണ്ട് സ്വർഗത്തിൽ പോകുമെന്ന് നമ്മുടെ മക്കൾ മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയായിരിക്കും അവർക്ക് പരലോകത്തുണ്ടാവുന്ന ഭവിഷ്യത്ത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പേടിക്കാനുള്ളത്? ഈ ഭൂമിയിലുള്ള കുറച്ച് സന്തോഷം, നമ്മുടെ മക്കളുമായിട്ടുള്ള കുറച്ച് സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ, അത് നമുക്ക് നഷ്ടം വരും. പക്ഷെ നമുക്ക് നാളെ പാരത്രികമായി ലഭിക്കാനുള്ളത് പരലോകത്ത് വലിയ ആശ്വാസമാണെങ്കിൽ പിന്നെ എന്താണ് നമുക്ക് പ്രശ്നം? ഈ ഒരു വിശ്വാസമാണ് യഥാർത്ഥത്തിൽ നമ്മളെ, വിശ്വാസികളെ മറ്റുള്ളവരിൽ നിന്നും മാറ്റി നിർത്തുന്നത്. ഈ ദുനിയാവ് എന്നാൽ ഇവിടെയുള്ള ആസ്വാദങ്ങൾ ഉണ്ടല്ലോ, അത് നൈമിഷികമാണ്, അത് നിസ്സാരമാണ്, അത് ലായിബുൻ ലഹുവും മാത്രമാണ്, അതല്ലാതെ മറ്റൊന്നുമല്ല. അത് മത്താഉൽ ഖുറൂറാണ്, അത് വഞ്ചിക്കപ്പെടുന്ന ഒരു വിഭവം മാത്രമാണ്. എന്നാൽ പരലോകമാകട്ടെ അത് എന്നെന്നും നിലനിൽക്കുന്നതാണ് എന്ന ബോധ്യമാണ് നമുക്ക് ഏവർക്കും ഉണ്ടാവേണ്ടത്. ആ ചിന്ത നമുക്ക് ഉണ്ടാവാനുള്ള ചില കാര്യങ്ങൾ, പരലോകം യാഥാർത്ഥ്യമാണ് എന്നത്, മരണശേഷം എനിക്കും നിങ്ങൾക്കുമൊക്കെ ഒരു ലോകം കടന്നു വരാനുണ്ട്, അതാണ് ശാശ്വതമായത് എന്ന ബോധം നമുക്ക് ഉണ്ടാവാൻ ചില കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് പരലോകം ഉണ്ട് എന്നും പരലോകം അത് സംഭവ്യമാണ് എന്നതും പരലോകം യാഥാർത്ഥ്യമാണ് എന്നതും ഖുർആൻ പറയുന്നത് ഒരുപാട് ആവർത്തി മനുഷ്യരോട് ചിന്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതിൽ ഒന്നാമത്തെ ഒരു പരലോകത്തിന് തെളിവ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അള്ളാഹുവാണ് ഇത് പറഞ്ഞത് എന്നതാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ, നമ്മുടെ കയ്യിലുള്ള പരിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ, ഇത് അള്ളാഹു നമുക്ക് അവതരിപ്പിച്ച അള്ളാഹുവിന്റെ കലാമാണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് സത്യമാണ്, അത് ഹക്കാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ നമ്മൾ. ആരാ പറഞ്ഞത്? അള്ളാഹു സുബ്ഹാനഹു വ തആല. ഏത് അള്ളാഹു? നിരാശ്രയനായ, ഖാലിഖും ജബ്ബാറും മുതകബ്ബിറുമായ, അൽ അലീമായ, റഹ്മാനുർ റഹീമുമായ ആ അള്ളാഹു നമ്മോട് പറഞ്ഞ കാര്യമാണ് പരലോകം എന്നത് യാഥാർത്ഥ്യമാണ് എന്ന്. നമുക്ക് ചരിത്രത്തിൽ ഉദാഹരണം കാണാൻ സാധിക്കും. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം, സക്കരിയ നബിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാം,
സക്കരിയ, താങ്കൾക്ക് ഞാനൊരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്, ഒരു ആൺകുട്ടിയെ കൊണ്ട് താങ്കൾക്ക് ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണെന്ന് സക്കരിയ നബിയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയാണ്, നമുക്ക് പറഞ്ഞു തരികയാണ്. ഇത് കേട്ടപ്പോ സക്കരിയ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവെ, എനിക്ക് എങ്ങനെയാണ് ഒരു കുട്ടി ഉണ്ടാവുക? എന്റെ ഭാര്യ പ്രസവം നിർത്തുന്ന ഏറ്റവും അവസാനത്തിലേക്ക്, അല്ലെങ്കിൽ മച്ചിയായി മാറുന്ന, ഒരു വന്ധ്യയായി മാറുന്ന ഒരു പ്രായത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഞാനും വയോധികനാണ് റബ്ബേ, എങ്കിൽ എനിക്ക് എങ്ങനെയാണ് ഒരു ആൺകുട്ടി ഉണ്ടാവുക എന്ന് അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞിരുന്നുണ്ട്, ഖാല റബ്ബുക വഹുവ അലയ്യ ഹയ്യിൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇത് എനിക്ക് വളരെ നിസ്സാരമായ ഒരു കാര്യം മാത്രമാകുന്നു. നിനക്കൊരു കുഞ്ഞുണ്ടാവുക എന്നത് എനിക്ക് യാതൊരു കാരണങ്ങളുടെയും ആവശ്യമില്ല. മനുഷ്യരായ നിങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനം ആവശ്യമുള്ളത്. എനിക്ക് അത്തരം കാര്യങ്ങളും കാരണങ്ങളും ഒന്നും ആവശ്യമില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ആദം അലൈഹിസ്സലാമയെ അള്ളാഹു സൃഷ്ടിച്ചത് ഒന്നുമില്ലായ്മയിൽ നിന്നാണ്. ശേഷം ഹവ്വാ ബി അലൈഹിസ്സലാമയെ സൃഷ്ടിച്ചത് ആദമിന്റെ ഭാര്യയിൽ നിന്നുകൊണ്ടാണ്. അവിടെ ഒരു സ്ത്രീ ഇല്ല. ആദമാകുന്ന ഒരു പുരുഷനിൽ നിന്ന് ഒരു സ്ത്രീ അള്ളാഹു സൃഷ്ടിച്ചു. ഇനി ഈസാ നബി അലൈഹിസ്സലാം ആലോചിച്ച് നോക്കുമ്പോൾ, ഈസാ നബിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് ഒരു പുരുഷന്റെ സാന്നിധ്യം ഇല്ലാതെയാണ്. മറിയം ബീവിയിൽ നിന്നും ഈസാ നബിയെ സൃഷ്ടിച്ചു. ഇനി നാം ഏവരെയും സൃഷ്ടിച്ചത് എങ്ങനെയാണ്? ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നും. അപ്പോ ഒന്നുമില്ലായ്മയിൽ നിന്നും അള്ളാഹുവിനെ സൃഷ്ടിക്കാം. ആണില്ലാതെ പെണ്ണിനെ അള്ളാഹു സൃഷ്ടിക്കാം, പെണ്ണില്ലാതെ ആണിനെ അള്ളാഹു സൃഷ്ടിക്കാം. ഇനി ആണും പെണ്ണുമുള്ള രൂപത്തിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു സൃഷ്ടിക്കാം. ഇതൊന്നും അള്ളാഹുവിന് ഒരു തടസ്സമുള്ള, ഒരു പ്രയാസമുള്ള കാര്യമേ അല്ല. അള്ളാഹു ചിന്തിച്ചാൽ അത് എന്തും അള്ളാഹുവിന് ചെയ്യാൻ സാധിക്കും. സൂറത്ത് യാസീൻ നമുക്ക് കാണാൻ സാധിക്കും, പച്ച മരത്തിൽ നിന്നും തീ ഉണ്ടാക്കാൻ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. തീ ഉണ്ടാക്കുന്ന അള്ളാഹു ഏത് നിലയ്ക്ക് നോക്കുകയാണെങ്കിലും അതൊന്നും അള്ളാഹുവിന് ഒരു പ്രയാസമേ അല്ല. ഒരു തെങ്ങ്, ആ തെങ്ങിൽ ഏറ്റവും അറ്റത്തായി തേങ്ങ ഉണ്ടാവുന്നുണ്ട്. ആ തേങ്ങ എന്തെല്ലാം നിലയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ആ തെങ്ങ് അത് വരണ്ടുണങ്ങിയിട്ടുണ്ട് വരുന്നത് അതിന് ഏറ്റവും മുകളിൽ ഒരു തേങ്ങയാകുന്ന, ആ തേങ്ങയ്ക്കകത്ത് നാളികേര വെള്ളം ഉണ്ടാകുന്ന ആ വെള്ളവും തേങ്ങയും ഒക്കെ പല നിലയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന, എണ്ണയായിക്കൊണ്ടും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന എന്തൊരു സുന്ദരമായ ക്രിയേഷൻ അള്ളാഹുവിന്റെ. ഏതെല്ലാം നിലയ്ക്ക് നോക്കുകയാണെങ്കിലും ഇതൊന്നും അള്ളാഹുവിന് ഒരു വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ അള്ളാഹുവിന് നമ്മെ വീണ്ടും ജീവിപ്പിക്കാനും ഒരു തടസ്സമേ അല്ല എന്ന കാര്യം നമ്മൾ തിരിച്ചറിയുക. രണ്ടാമതായിക്കൊണ്ട് പരലോകമുണ്ട് എന്നതിലുള്ള യാഥാർത്ഥ്യം പരിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ സാധിക്കും. നീതി നടപ്പിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ല ലോകം എന്നത് അത് പരലോകം മാത്രമാണ്. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒരിക്കലും ആത്യന്തികമായ ഒരു അൾട്ടിമേറ്റ് ആയ നീതി അഥവാ ജസ്റ്റിസ് അത് നടപ്പിലാക്കാൻ സാധിക്കുകയില്ല. എത്ര നന്മ ചെയ്യുന്ന ആളുകളുണ്ട്, ഒരുപാടധികം നന്മകൾ. ആ നന്മകളൊന്നും ആരും കാണാതെ ചെയ്യുന്ന, രഹസ്യമായിക്കൊണ്ട് എത്രയോ സ്വതക്ക ചെയ്യുന്ന, രഹസ്യമായിക്കൊണ്ട് ഒരുപക്ഷെ അവർ ചെയ്യുന്ന നന്മകളിലൂടെ തലമുറകളോളം നീണ്ടു നിൽക്കുന്ന നന്മകൾ കാണാൻ സാധിക്കും. എത്രയോ ആളുകളുണ്ട്. അവർക്കൊക്കെ നന്മ എങ്ങനെ ലഭിക്കുക? അതിന്റെ പ്രതിഫലം എങ്ങനെയാ ലഭിക്കുക? ആരാണ് അവർക്ക് മറുത്തുള്ള അവർ ചെയ്ത കർമ്മങ്ങൾക്ക് അനുസൃതമായ പ്രതിഫലം നൽകുക? അത് ഈ ലോകത്ത് ഒരിക്കലും സാധ്യമല്ല. ഇനി തിന്മകളുടെ ആലോചിച്ച് നോക്കുമ്പോൾ, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കൊന്നുവെങ്കിൽ, ഏറ്റവും വലിയ ഒരു പാതകമായ കൊലപാതകം നിർവഹിച്ചുവെങ്കിൽ എന്താണ് ആ കൊലപാതകിയായ അല്ലെങ്കിൽ ആ ക്രൂരത ചെയ്ത ആ വ്യക്തിക്ക് കൊടുക്കാനുള്ള ഒരു ശിക്ഷ എന്നുള്ളത്? ഏറി വന്നാൽ അദ്ദേഹത്തെ ഒന്ന് കൊല്ലാം. എന്നാൽ ആലോചിച്ച് നോക്കുമ്പോൾ, ആ കൊലപാതകത്തിലൂടെ ഉണ്ടായ എല്ലാ നഷ്ടങ്ങൾക്കുമുള്ള പരിഹാരമാകുമോ ആ കൊല? ഒരിക്കലുമില്ല. തിരിച്ച് ആ വ്യക്തിയെ കൊന്നു വെച്ചാൽ അദ്ദേഹം ഏറി വന്നാൽ ആ മരണത്തിന്റെ ഒരു ടേസ്റ്റ് ഒന്ന് ആസ്വദിക്കും. അതിലപ്പുറം ആ മരണപ്പെട്ട വ്യക്തിക്കുണ്ടാവുന്ന നഷ്ടങ്ങൾ, അദ്ദേഹത്തിന്റെ ഭാര്യ വിധവയാവുകയാണ്, അദ്ദേഹത്തിന്റെ മക്കൾ അനാഥരാവുകയാണ്, അദ്ദേഹത്തിന്റെ സമ്പത്ത്, അദ്ദേഹത്തിന്റെ കുടുംബം, അദ്ദേഹത്തിന്റെ വീട് തുടങ്ങി ആ വ്യക്തിക്കുണ്ടാവുന്ന എല്ലാ നഷ്ടങ്ങളും. ഇനി ഈ കൊന്ന വ്യക്തി ഒരു വ്യക്തിയെ മാത്രമല്ല 100 വ്യക്തിയെ കൊന്നു എന്ന് വിചാരിച്ചോളൂ നിങ്ങൾ, എന്താ സംഭവിക്കുക? ഏറി വന്നാൽ ഈ വ്യക്തിയെ ഒരു തവണ കൊല്ലാൻ സാധിക്കും. ഇതൊന്നും നീതിയുടെ ഒരു പൂർത്തീകരണമല്ല എന്ന് നമുക്ക് ഏവർക്കും അറിയാം. എന്നാൽ ആ നീതി സാധ്യമാവണമെങ്കിൽ അത് തീർച്ചയായും നമുക്കറിയാം. ഒരുപാട് കുട്ടികൾ ജനിച്ച ഉടനെ മരിക്കുന്ന കുട്ടികളെ കാണാൻ സാധിക്കും. ജനിച്ച ഉടനെ ക്യാൻസർ പോലുള്ള ഏറ്റവും മാരകമായ രോഗങ്ങൾ ബാധിച്ച എത്രയോ കുട്ടികൾ അവർ ജീവിച്ചുകൊണ്ട് ഒരുപക്ഷെ മരിച്ചു ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ആ കുടുംബങ്ങളൊന്നും സാമ്പത്തികമായി നല്ല നിലയിൽ ആയിക്കൊള്ളണമെന്നില്ല, വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കും. അവരൊക്കെ ഇവിടെ ജീവിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഈ ഭൂമി എന്നാൽ അതൊരു പരീക്ഷണം മാത്രമാണ്. ആ പരീക്ഷണത്തിന് ശേഷം നാളെ പരലോകമുണ്ട്. അവിടെയാണ് ഏറ്റവും ആത്യന്തികമായ നീതി ലഭിക്കുക എന്ന ബോധമാണ് നമുക്ക് ഏവർക്കും ഉണ്ടാവേണ്ടത്. ഇനി പരലോകമുണ്ട് എന്നതിന് പരിശുദ്ധ ഖുർആനിലും കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നുമില്ലായ്മയിൽ നിന്നും നമ്മെ ഉണ്ടാക്കിയവനാണ്. ഖുൽ യുഹീഹ അല്ലദീ അൻശഅഹ അവ്വല മറ വഹു ബികുല്ലി ഖൽഖിൻ അലീം. പ്രവാചകരെ പറയുക, ആദ്യത്തെ പ്രാവശ്യം അതിനെ നിർമ്മിച്ചവൻ അവയെ ജീവിപ്പിക്കും. അവൻ എല്ലാത്തരം സൃഷ്ടിയെക്കുറിച്ചും അറിവുള്ളവനാണ്. ഖൽഖിൻ അലീം, എല്ലാ നിലയ്ക്കുള്ള സൃഷ്ടികളെ പറ്റിയും അറിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മെ ഇവിടെ ആദ്യം ജീവിപ്പിച്ചത് അള്ളാഹുവാണ്. നമ്മൾ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ,
ഒന്ന് ആലോചിച്ചു സഹോദരങ്ങളെ, നമ്മളെല്ലാവരും നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഒന്നുമല്ലാത്തൊരു അവസ്ഥ നമുക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ ഉപ്പയുടെ ബീജവും ഉമ്മയുടെ അണ്ടവും കൂടിച്ചേർന്ന് ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഇരുട്ടറകൾക്കുള്ളിൽ നമ്മൾ ജീവിച്ചൊരു സമയം നമുക്കുണ്ടായിരുന്നു. നമുക്കന്നൊരു പേരുണ്ടായിരുന്നില്ല, നമുക്കൊന്നൊരു അഡ്രസ് ഉണ്ടായിരുന്നില്ല. നമ്മൾ അവിടെ ജീവിച്ച് നമ്മളെ അള്ളാഹു അങ്ങനെ സൃഷ്ടിച്ച് ശരിപ്പെടുത്തി അള്ളാഹു നമ്മെ ഘട്ടം ഘട്ടമായി നമ്മളങ്ങനെ ഉയർത്തി ഉയർത്തി കൊണ്ടുവരാണ്. ശേഷം നമ്മളെ നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തേക്ക് എത്തിച്ച് ശേഷം നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും തരികയാണ്. നമ്മളെല്ലാവരും ജനിക്കുമ്പോൾ നമുക്ക് ഉപജീവന മാർഗമില്ല, നമുക്ക് സമ്പത്തില്ല, സമ്പാദ്യമില്ല, മറിച്ച് അതെല്ലാം നമുക്ക് ഉണ്ടാക്കി തന്നത്, എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് തന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നും ഇന്ന് ഈ രൂപത്തിലേക്ക് നമ്മെ എത്തിച്ചത് അള്ളാഹു ആണെങ്കിൽ തീർച്ചയായും ആ ഒന്നുമില്ലായ്മയിൽ നിങ്ങൾ ഉണ്ടാക്കാൻ അള്ളാഹുവിന് സാധിച്ചല്ലോ എങ്കിൽ തീർച്ചയായും അതിനുശേഷവും രണ്ടാമത് ഉണ്ടാക്കാനും അള്ളാഹുവിന് സാധിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുകയാണ്. എത്രത്തോളം വലിയ അനുഗ്രഹങ്ങൾ സഹോദരങ്ങളെ! ഞാൻ നിങ്ങൾക്ക് ആസ്വദിക്കുന്ന അനുഗ്രഹങ്ങൾ അതിന് ഒരു കയ്യും കണക്കുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമ്മുടെയൊക്കെ ശരീരത്തിലൂടെ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്, ബ്ലഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ തല മുതൽ കാല് വരെയുള്ള ഓരോരോ അവയവങ്ങൾക്കും ആവശ്യമായ ബ്ലഡ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ബ്ലഡ് പോകുന്നത് രക്തക്കുഴലുകളിലൂടെയാണ്, അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിലൂടെയാണ്. ഒരു മനുഷ്യന്റെ രക്തക്കുഴലുകൾ നീട്ടി വെച്ച് കഴിഞ്ഞാൽ, പല പഠനങ്ങളും പറയുന്നത് ഒരു മനുഷ്യന്റെ രക്തക്കുഴലുകൾ നീട്ടി വെക്കുകയാണെങ്കിൽ അത് ഇവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഭൂമിയെ 2 തവണ വലം വെക്കാൻ ആവശ്യമായ രൂപത്തിൽ അത്രയും നീളം അതിനുണ്ട് എന്നുള്ളതാണ്. എല്ലാ രക്തക്കുഴലുകളെ കോർത്ത് വെക്കുകയാണെങ്കിൽ 60,000 മൈലാണ് അതിന്റെ ദൂരം പറയുന്നത്. ആലോചിച്ചു, ഈ 60,000 മൈലുള്ള രക്തക്കുഴലുകൾ നമ്മുടെ ശരീരത്തിൽ യാതൊരു പ്രയാസവും ഇല്ലാതെ, യാതൊരു കൂടിക്കലറുകളും ഇല്ലാതെ, ഓരോ ജംഗ്ഷനുകളിലും ഒരു മിക്സിങ്ങും ഇല്ലാത്ത രൂപത്തിൽ വളരെ സുന്ദരമായി കോർത്തിണക്കിയിരിക്കുകയാണ്. എത്ര സുന്ദരമായ ക്രിയേഷനാണ്! ഇങ്ങനെയൊക്കെ നമ്മൾ സൃഷ്ടിക്കാവുന്ന ഒരു റബ്ബ് ഉണ്ടെങ്കിൽ തീർച്ചയായും ആ റബ്ബിന് മരണശേഷം നിങ്ങളുടെ എല്ലുകൾ നുരുമ്പിയ ശേഷം വീണ്ടും നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കാം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി സൃഷ്ടിച്ചതാ. ഈ ഭൂമി ഇതുപോലെ ആകാശങ്ങളും ഭൂമിയും ഇതുപോലെ സൃഷ്ടിച്ചിട്ടുള്ള അള്ളാഹു, അവരെ പോലെയുള്ളതിനെ സൃഷ്ടിക്കാൻ അള്ളാഹുവിന് കഴിവില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെ പറയുന്ന ആളുകൾ അവൻ തന്നെയാണ് സർവജ്ഞനായ മഹാസൃഷ്ടാവ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. യഥാർത്ഥത്തിൽ സൂറത്തുൽ യാസീൻ നമുക്ക് കാണാൻ സാധിക്കും, കുൻ ഫയകൂൻ, ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാവുകയായി, അത്രേ അള്ളാഹു അതിൽ കാര്യമുള്ളൂ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മെ വീണ്ടും സൃഷ്ടിപ്പിക്കാൻ അള്ളാഹുവിന് ഒരു നിലയ്ക്കും ഒരു പ്രയാസവും ഇല്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിലൂടെ മറ്റൊരു സ്ഥലത്ത് സൂറത്തുൽ അഅറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, മഴയുടെ മുമ്പായി കാറ്റിനെ അയച്ചവനാകുന്നു അള്ളാഹു. അങ്ങനെ മഴ പെയ്യിച്ച് അതിൽ വെള്ളം ഇറക്കുകയും എന്നിട്ട് അതുമൂലം എല്ലാ ഫലവർഗ്ഗങ്ങളെയും പുറപ്പെടുവിക്കുകയും അള്ളാഹു ചെയ്യുന്നു. അതുപോലെ തന്നെ നാം മരണപ്പെട്ടവരെ വീണ്ടും ജീവിപ്പിക്കുമെന്നാണ്. പ്രിയപ്പെട്ടവരൊന്ന് ആലോചിച്ച് നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലെ എല്ലാ ഭാഗത്തേക്കും അവിടെ വേണ്ട കൃഷി നടത്താൻ, അവിടെ മനുഷ്യർക്ക് ജീവിക്കാൻ മഴയാണ് ഇറക്കി കൊടുക്കുന്നത്. അള്ളാഹുവിന്റെ കാരുണ്യമാണ്, റഹ്മത്താണ് മഴ. ആ മഴ മൂലം ഇവിടെ എത്ര സസ്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്, എത്ര സസ്യലതാദികൾ ഉണ്ടാവുന്നുണ്ട്, എത്ര ഫലങ്ങൾ ഉണ്ടാവുന്നുണ്ട്, എത്ര പച്ചക്കറികൾ ഉണ്ടാവുന്നുണ്ട്. എല്ലാ പച്ചക്കറികൾക്കും നമ്മൾ മാർക്കറ്റിൽ പോലും വാങ്ങുന്ന എല്ലാ ഫ്രൂട്ട്സിനും പച്ചക്കറികൾക്കും ഒക്കെ ഒരേ മഴയാണ് അള്ളാഹു ഇറക്കുന്നത്. ഓരോ വിത്തിനും ഓരോ മഴ ഇറക്കി, വ്യത്യസ്തമായ മഴ ഇറക്കി, അതിനനുസരിച്ച് അത് ഉണ്ടാവുകയല്ല ചെയ്യുന്നത്. എല്ലാത്തിനും ഒരേ മഴ. ആ ഒരേ മഴ ഇറക്കിയതിനു ശേഷം വീണ്ടും ഉണ്ടാവുന്നതോ എത്ര ഫലങ്ങളാണ്, എത്ര വ്യത്യസ്തങ്ങളായ, എത്ര ടേസ്റ്റ് വ്യത്യാസമുള്ള, എത്ര കളറിൽ വ്യത്യാസമുള്ള, എത്ര വലിപ്പ വ്യത്യാസമുള്ള ഒരു സാധനങ്ങളാണ്. മാങ്ങയും ചക്കയും ഒക്കെ ഇറങ്ങുന്നതൊക്കെ എല്ലാത്തിനും ഒരേ മഴയാണ് ഇറക്കുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് എന്നുള്ളത് അത്രമേൽ നമുക്ക് വലിയ അനുഗ്രഹമാണ്. നമുക്ക് എല്ലാ നിലയ്ക്ക് നോക്കുകയാണെങ്കിലും ഒരു പ്രയാസവും ഇല്ലാതെ ഈ ആകാശ ഭൂമികളെയും ഈ ഭൂമിയിലുള്ള ഓരോന്നിനെയും മനുഷ്യനെയും ഒക്കെ സൃഷ്ടിച്ച ആ അള്ളാഹു, തീർച്ചയായും ആ അള്ളാഹു കുൻ ഫയകൂൻ, ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ പിന്നെ ഉണ്ടാവുകയായി, ഒരു തടസ്സവുമില്ല. അതുകൊണ്ട് മരണശേഷം ഒരു ലോകമുണ്ട് എന്ന് നമ്മോട് പറയുന്നത് അള്ളാഹുവാണ്. പരലോകം എന്നത് യാഥാർത്ഥ്യമാണെന്ന് പറയുന്നത് അള്ളാഹുവാണ്. അതുകൊണ്ട് നിങ്ങൾ എത്ര തന്നെ നിഷേധിച്ചാലും, എത്ര തന്നെ ഇല്ല എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഏവർക്കും യാഥാർത്ഥ്യമായ ഒരു മരണം വരാനുണ്ട്. ആ മരണശേഷം നിങ്ങൾക്കൊരു ലോകമുണ്ട്, അത് പരലോകമാണ്. അവിടെ ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം, ഇത് രണ്ടും മാത്രമേ നിങ്ങൾക്കുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രമാണങ്ങളിലൂടെ, പരിശുദ്ധ ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും നമ്മൾ പറഞ്ഞു തരികയാണ്. പ്രിയപ്പെട്ടവരെ, ആ സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം. ആ സ്വർഗത്തിന്റെ ഒരുപാട് ഗുണങ്ങൾ പറയുന്നുണ്ട്. അവിടെയുള്ള പദവികൾ, അവിടെയുള്ള സുഖാനുഭവങ്ങൾ, അവിടെയുള്ള ഇണകൾ, വസ്ത്രങ്ങൾ, ഭക്ഷണം, വെള്ളം, ഇരിപ്പിടം, അരുവികൾ, പരിചാരകർ, ഇതെല്ലാം നമുക്ക് നൽകുന്ന യഥാർത്ഥത്തിൽ ആ സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ്, സ്വപ്നങ്ങളാണ്. നമുക്കും ഇൻഷാ അല്ലാഹ് ആ സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ള വലിയ ആശയാണ്.
എന്നാൽ ഇതേ സമയത്ത് അള്ളാഹു മറ്റൊരു വശവും പറഞ്ഞിരുന്നുണ്ട്, നാളെ പരലോകത്ത് നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് അത് തെറ്റാണെങ്കിൽ, അത് തിന്മയാണെങ്കിൽ നാളെ നിങ്ങളെ കാത്തിരിക്കുന്നത് നരകമാണ്. ആ നരകത്തിന്റെ പ്രത്യേകത പറയുന്നുണ്ട്, അവിടെയുള്ള ശിക്ഷകൾ, അവിടെ അതിന്റെ ഒരു ആഴം, അതിന്റെ വലിപ്പം, അതിന്റെ തോത്, അവിടെയുള്ള മലക്കുകൾ, ഭീമാകാരന്മാരായ മലക്കുകൾ, അവിടെ ശാശ്വതമായി നിങ്ങൾക്ക് എല്ലാ കാലത്തേക്കും അനുഭവിക്കേണ്ട ഒരുപാട് ശിക്ഷകൾ, അതിൽ തന്നെ ഓരോ കർമ്മങ്ങൾക്കുമുള്ള വ്യത്യസ്തങ്ങളായ ശിക്ഷകൾ, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു മരണമുണ്ട്. ആ മരണശേഷം ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം എന്നത് പ്രസ്താവ്യമായി ഒരു തർക്കവും ഇല്ലാത്ത രൂപത്തിൽ നമ്മെ പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ പരലോക ബോധത്തോടു കൂടി, പരലോകമുണ്ട് എന്ന ബോധത്തോടു കൂടി ഈ ഐഹിക ജീവിതത്തെ യാഥാർത്ഥ്യമായിക്കൊണ്ട് ഏറ്റവും നന്മകളിൽ മുന്നേറാനും, എന്തെല്ലാം പ്രയാസമുണ്ടെങ്കിലും അതൊക്കെ നാളെ പരലോകത്ത് നമുക്ക് ഗുണമുണ്ടാവുന്ന രൂപത്തിൽ മാറാനുമുള്ള ശ്രദ്ധയും ജാഗ്രതയും ഒക്കെ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പരലോകം ഒരു യാഥാർത്ഥ്യമാണ്. തീർച്ചയായും മരണശേഷം നാം ഏവരും ഖബർ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ആഖിറത്തിലെ ലോകത്തിലേക്ക് നാം ഏവരും പ്രവേശിക്കുകയാണ്. ആ ഖബർ ജീവിതത്തിന് ശേഷം നമുക്ക് ഏവർക്കും ഒരു ഹിസാബ് വരാനുണ്ട്. ആ ഹിസാബിനനുസരിച്ച് വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ഒരു അണുമണി തൂക്കം നിങ്ങൾ നന്മയാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ അവിടെ കാണും. ഒരു അണുമണി തൂക്കം നിങ്ങൾ തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും അതും നിങ്ങൾ അവിടെ കാണും എന്ന് നമ്മെ പഠിപ്പിച്ച ആ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ തീർച്ചയായും പാലിക്കുവാനും അത് ചിട്ടയായി കൊണ്ടുപോകാനും നാം ഏവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജീവിതം ഒരു പരീക്ഷണമാണ്. നേരത്തെ ഒരു മരണത്തിന്റെ വാർത്ത അവിടെ പറഞ്ഞു. 2 മരണങ്ങളാണ് കഴിഞ്ഞ ആഴ്ച നടന്നത്. ഒരിക്കലും ചിന്തിക്കാനും കഴിയുന്നതിലും അപ്പുറമുള്ള വേദന സമ്മാനിക്കുന്ന വലിയ 2 മരണങ്ങൾ. ഒരു മരണം അതിൽ മാതാപിതാക്കളാണ് മരിച്ചതെങ്കിൽ മറ്റൊന്നിൽ ചെറിയ കുട്ടികളാണ്, പിഞ്ചു കുട്ടികൾ മരണപ്പെടുന്ന വാഹനാപകടം എത്രയോ നമ്മൾ കേൾക്കുന്നുണ്ട്. പ്രയാസം അനുഭവിക്കുന്ന 100,000 ആളുകൾ നമ്മുടെയൊക്കെ ചുറ്റുഭാഗത്തുണ്ട്. പ്രിയപ്പെട്ടവരെ, ജീവിതം ഒരു പരീക്ഷണമാണ്. അത് കേവലം ഒരു പരീക്ഷണമാണ് എന്ന് അള്ളാഹു നമ്മോട് പറഞ്ഞിരുന്നുണ്ട്. എന്നാൽ ആ പരീക്ഷണത്തിലൊക്കെ വിജയിക്കാൻ ആവശ്യമായ വിശ്വാസത്തിന്റെ കരുത്താണ് നാം വിശ്വാസികൾ ആർജിക്കേണ്ടത്. നാളെ സ്വർഗത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്കുണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത എന്നത് സ്വർഗത്തിൽ അവിടെ ഖൗഫുമില്ല, അവിടെ ഹുസ്നുമില്ല. ഒരുപക്ഷെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഏറ്റവും വലിയ പ്രയാസങ്ങൾ, നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ തടസ്സങ്ങൾ എന്നുള്ളത് അത് ഖൗഫും ഹുസ്നുമാണ്, ഭയമാണ്. ഭാവിയെ കുറിച്ച് ആലോചിച്ചുകൊണ്ടുള്ള ഭയം. അത് ചെറിയ രൂപത്തിൽ ഒരുപക്ഷെ കുട്ടികൾക്കൊക്കെ പരീക്ഷ വരുന്ന സമയത്ത് ഭാവിയെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് പരീക്ഷ എന്താവും അറിയില്ലല്ലോ, ടെൻഷനാണ്, പേടിയാണ് എന്ന രൂപത്തിൽ കുട്ടികൾക്കുണ്ടാവും ടെൻഷൻ മുതൽ പ്രായമായ ആളുകൾക്ക് അവരുടെ സമ്പാദ്യത്തെക്കുറിച്ചും അവരുടെ ജോലിയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും എല്ലാം ആലോചിച്ചുകൊണ്ട് അവിടെയുള്ള സ്ട്രെസ്സുകൾ പലപ്പോഴും ഉണ്ടാവും. ഭാവിയെ കുറിച്ച് ആലോചിച്ചുകൊണ്ടുള്ള ഖൗഫാണ് ഈ ഭൂമിയിലുള്ള ഒന്നാമത്തെ നമ്മുടെ പ്രശ്നം. രണ്ടാമത്തെ കാര്യം പിന്നെ കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ച് ഭൂതകാലത്തെ ആലോചിച്ചുകൊണ്ടുള്ള ഹുസ്നാണ്, അല്ലെങ്കിൽ സങ്കടമാണ്. എനിക്ക് അന്ന് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, അന്ന് ചെയ്യാൻ പറ്റിയില്ല എന്ന് ആലോചിച്ചുകൊണ്ടുള്ള വലിയ പ്രയാസങ്ങളാണ് നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുക. എന്നാൽ സ്വർഗത്തെ കുറിച്ച് ആലോചിച്ച് നോക്കുങ്ങൾ. ഈ ഭൂമിയിലെ പരീക്ഷണമാകുന്ന ഈ ജീവിതത്തിൽ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാനിരിക്കുന്നത്, നമ്മെ കാത്തിരിക്കുന്നത് സ്വർഗമാണെങ്കിൽ ആ സ്വർഗത്തിൽ വലാ ഖൗഫുൻ, അവിടെ ഹുസ്നുമില്ല, ഖൗഫുമില്ല. അവിടെ നിങ്ങൾക്ക് ഭാവിയെ കുറിച്ച് ആലോചിച്ചുകൊണ്ടുള്ള യാതൊരു ഭയവുമില്ല. നിങ്ങളുടെ ഭൂതകാലത്തെ കുറിച്ച് ആലോചിച്ചുകൊണ്ടുള്ള ഒരു സങ്കടവും നിങ്ങൾക്കില്ല. ഇവിടെ എന്തെല്ലാം പരീക്ഷണം ഉണ്ടായിക്കോട്ടെ, അതൊന്നും നിങ്ങൾക്കൊരു പ്രശ്നമേ അല്ല. നിങ്ങളുടെ വിശ്വാസം അത് പരലോകത്ത് വിജയിക്കാൻ ആവശ്യമായ എല്ലാ നിലയ്ക്കുമുള്ള ചിട്ടയായ ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടോ എങ്കിൽ ഒന്നും പേടിക്കാനില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പരീക്ഷണങ്ങൾ ഉണ്ടാവും. ചരിത്രത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. നീണ്ട 14 വർഷം രോഗം മൂർച്ഛിച്ചുകൊണ്ട് പ്രയാസം അനുഭവിച്ച് തന്റെ കൂടെയുള്ള നാട്ടുകാരെല്ലാം ഉപേക്ഷിച്ചു പോയ അയ്യൂബ് നബി അലൈഹിസ്സലാം, അദ്ദേഹം അനുഭവിച്ച പ്രയാസങ്ങൾ എത്രത്തോളാണ്? അദ്ദേഹം ആ വിശ്വാസം കൈവിട്ടു പോയോ? ഒരിക്കലുമില്ല. ക്ഷമ അവലംബിച്ചുകൊണ്ട് അദ്ദേഹം ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ആ സ്വന്തം ശരീരത്തിൽ വ്രണം പൊട്ടിയൊലിച്ചുകൊണ്ടുള്ള ആ അസുഖം ബാധിച്ച അയ്യൂബ് നബിക്ക് പോലും തീർച്ചയായും തനിക്ക് ഉള്ളിലുണ്ടായിരുന്ന ആ വിശ്വാസമായിരുന്നു കരുത്തായത്. മാത്രമല്ല, അഗ്നികുണ്ടാരത്തിലേക്ക് എറിയാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ പുഞ്ചിരിയോടുകൂടി പോയ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അതുപോലെ തന്നെ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് പ്രയാസം അനുഭവിച്ച യൂനുസ് നബി അലൈഹിസ്സലാം, ഇതിനുമപ്പുറം മക്കളില്ലാതെ പ്രയാസം അനുഭവിച്ച സക്കരിയ നബി അലൈഹിസ്സലാം, ഒരുപാട് പ്രയാസങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഇതിനുമപ്പുറം നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്റെ പ്രബോധനത്തിന്റെ തുടക്കമായ സമയത്ത് തനിക്ക് നുബുവത്ത് ലഭിച്ചതിന് ശേഷമുള്ള ആ ആദ്യകാലമൊക്കെ എത്രയധികം പ്രയാസങ്ങൾ ഉണ്ടായിരുന്നത്. പരിഹാസങ്ങളും കുത്തുവാക്കുകളും ശാരീരികവും മാനസികവുമായ പീഡനങ്ങളും എല്ലാം അനുഭവിച്ചുകൊണ്ടായിരുന്നു അള്ളാഹുവിന്റെ റസൂലും ജീവിച്ചു വന്നത്. പ്രിയമുള്ളവരെ, നമുക്കും പ്രയാസങ്ങൾ ഉണ്ടാവും. ഈ ദീനനുസരിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ പ്രയാസം അനുഭവിക്കേണ്ടി വരും എന്നതൊരു യാഥാർത്ഥ്യമാണ്.
പക്ഷെ എത്രത്തോളം നമ്മൾ മുറുകെ പിടിക്കുന്നുവോ, നമുക്ക് ഈമാൻ അനുസരിച്ച് തഖ്വയോടുകൂടി എത്രത്തോളം മുന്നോട്ട് പോകാൻ സാധിക്കുവോ അത്രയും നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരീക്ഷണങ്ങളുടെ തീച്ചൂളകൾ അത് ഇനിയും നമ്മളെ കാത്തിരിക്കും. അവിടെയൊക്കെ പരലോകത്തിൽ വിശ്വാസം അവലംബിച്ച് അതൊരു യാഥാർത്ഥ്യമാണ്. അവിടെ സ്വർഗമാണ് എന്റെ ലക്ഷ്യം എന്ന് ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമുക്ക് ഏവർക്കും സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് പ്രയാസം അനുഭവിക്കുന്ന എത്രയോ ആളുകൾ, അവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിക്കൊടുത്ത് നമ്മെ പോലെ സന്തോഷകരമായ ജീവിതം ജയിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളിൽ അള്ളാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ, രഹസ്യവും പരസ്യവുമായൊക്കെ സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ ഉമ്മമാർ ഉപ്പമാർ, അവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി നാളെ നമ്മയും അവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ഫലസ്തീനിലെ ഗസയിലടക്കം പ്രയാസം അനുഭവിക്കുന്ന എത്രയോ ആളുകൾ, അവർക്കെല്ലാം അള്ളാഹു സ്വാതന്ത്ര്യവും എല്ലാവിധ ഉപജീവനവും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المجاهدين في فلسطين. اللهم انصر إخواننا المجاهدين في فلسطين. اللهم انصر إخواننا المجاهدين في كل مكان. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.